ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊന്നും അത് നടക്കൂല കേട്ടോ. കാരണം കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ്. നല്ല നല്ല കണ്ടന്റ് ആക്കി എടുക്കണം, അത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ആ കണ്ടന്റ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും കുറച്ചുകൂടെ ഇങ്ങനെ ലേറ്റായി പോകുന്നത്. പിന്നെ നമുക്കറിയാലോ, ഒരു ഫാമിലിയാണ്, മക്കളുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കും ഇന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷെ നമുക്ക് സാധിക്കാറില്ല, അതാണ് പ്രശ്നം. അപ്പം ഇന്നിപ്പോൾ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, ശ്യാം ഓഫീസിൽ പോയി. എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണല്ലോ. ഈ വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് പണിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ ഒത്തിരി പണിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അലക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ വേഗം കുളിച്ചു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് തട്ടിമുട്ടി. വലിയ കേടുപാടുകളൊന്നും പറ്റാതെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ നമുക്ക് ഒരു വീഡിയോസ് ഒക്കെ എടുക്കാം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഒന്ന്. അപ്പം ഞാൻ വിചാരിച്ചതായിരുന്നു, ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടണം എന്നൊക്കെ. പക്ഷേ നമുക്ക് ടൈം കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ റിവ്യൂ ഒക്കെ ഇടുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സുപ്രഭാതത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റണം എന്നുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ഒന്ന് നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പോൾ ഞാനതായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ബുക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളൊരു ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇത്ര ലേറ്റായിട്ട് ഇടാത്തത്. അപ്പോൾ അത് ഇടണം. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2025 നവംബർ ഡിസംബർ ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് റീഡിങ് ഹാബിറ്റ് ആയിട്ട് അത് തുടങ്ങണം, എനിക്കായിട്ടൊരു സ്വന്തമായിട്ടുള്ള ലൈബ്രറി വേണം എന്നൊക്കെ തോന്നിയത്. എനിക്കൊന്ന് ആ ടൈമിലാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുന്ന ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി കേട്ടോ. ഇറ്റ്സ് അമേസിങ് ബുക്കായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നല്ലൊരു ബുക്കായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് മുതൽ അത് എൻഡ് വരെയും നമ്മളങ്ങനെ അതിലൂടെ അങ്ങ് സഞ്ചരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് ഒറ്റ ഇരുത്തത്തിൽ ബുക്ക് വായിച്ച് തീർക്കണ ഒരാളല്ല. ഞാൻ എൻ്റെതായ ഒരു സമയം കണ്ടെത്തി ഞാൻ വായിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ പിള്ളേരെ പറഞ്ഞു വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ ആ ബുക്ക് വായിക്കുക. അല്ലാതെ ചുമ്മാ ഒരു പണിയുടെ ഇടയിൽ ഓടി വന്ന് വായിച്ച് അങ്ങനെ വിടുന്ന ഒരാളല്ല. ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു 10-25 പേജ് ഞാൻ അങ്ങോട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ ബുക്ക് ഞാൻ വായിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ ഹാബിറ്റ് വന്നു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബുക്കൊക്കെ വായിച്ചു തുടങ്ങാം. പിള്ളേരെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. നമ്മുടെ മക്കളിങ്ങനെ വലുതാവാണ്. അപ്പം അവർ നോക്കുമ്പോൾ കുറേ ബുക്സ് അമ്മ വായിക്കുന്നു. അപ്പം അവർക്കും അത് തോന്നും. അവർക്കും ആ ഒരു ഹാബിറ്റ് വരണമെങ്കിൽ നമ്മൾക്ക് ആ ഹാബിറ്റ് ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു നല്ലൊരു ഹാബിറ്റ് അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പുറത്തെ കൊണ്ട് അലക്കുവാണെന്ന് തോന്നുന്നു, അതിൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് ആ ഹാബിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ ഭയങ്കരമായിട്ട് ഓരോ ബുക്സ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ലത് ഇനിയിപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ വായനാശീലം കൊണ്ടായിരിക്കും കേട്ടോ. അപ്പം ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ജെമിനിയിലൊക്കെ പോയി നോക്കി സെർച്ച് ചെയ്ത് കിട്ടുന്നതിനേക്കാളും കുറേ അറിവുകൾ നമ്മൾ വായിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങിയതാണ്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അതെൻ്റെ പേഴ്സണാലിറ്റിയിലായാലും എൻ്റെ വർത്തമാനത്തിലായാലും ഒക്കെ എൻ്റെ ഹാബിറ്റ്സിലായാലും ഒക്കെ അതിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിക്കാത്തവരൊക്കെ ബുക്സുകൾ വായിക്കുക. ഇന്നത് വായിക്കണം എന്നല്ല, ഇഷ്ടമുള്ള എന്തെങ്കിലും ബുക്കുകളൊക്കെ വായിക്കാം. അപ്പോൾ അങ്ങനെ വായിച്ചൊരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ വായിച്ചത് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു എന്നാണ് കേട്ടോ. ഈ ബുക്ക് ഞാൻ ഒരുപാട് റിവ്യൂ നോക്കിയിട്ടാണ് ബുക്സ് ഒക്കെ വാങ്ങാറ്. എല്ലാ ബുക്സും വായിക്കണം, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് ആ ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ നോക്കി ബുക്ക് വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ് എസ് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു. ഇത് ഫസ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളും. എഴുത്തൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വായന നിർത്തിയിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ നമ്മൾ വായിക്കാറ് പോലുമില്ല. പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് വായിച്ച് അങ്ങ് തുടങ്ങിയപ്പോഴാണ്
അടിപൊളി ബുക്കാണ് കേട്ടോ. എസ് ഹരീഷിനെ ഞാനിന്നിപ്പോൾ ബുക്ക് മുഴുവൻ കാണിച്ചു. അതിൻ്റെ മൊത്തം ബുക്കിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞാൻ ചുമ്മാ കണ്ടിട്ട് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പട്ടുനൂൽപ്പുഴു വായിച്ചു. നല്ല ബുക്കാണ് കേട്ടോ. ഇത് വായിക്കാത്തവർ വായിച്ചു നോക്കുക. നല്ലൊരു ബുക്കാണ്, നല്ലൊരു സ്റ്റോറിയാണ്. ഇതിലെ സാംസ മെയിൻ ക്യാരക്ടറാണ് സാംസ അടിപൊളിയാണ്. ഐ ലവ് ഇറ്റ്. അങ്ങനെ സെക്കൻഡ് വാങ്ങിച്ചത് സെക്കൻഡ് ബുക്കാണ്. ഇതിൻ്റെയാണ് ഞാൻ റിവ്യൂ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്താ പറയാ, ഇത് ഞാൻ എന്തായാലും റിവ്യൂ ആയിട്ട് തന്നെ ഇടാം. എന്നാലും ഇതിനെക്കുറിച്ചൊന്ന് പറയണമല്ലോ. നിമ്ന വിജയ് എഴുതിയ ബുക്കാണ്. ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയൊരു ബുക്കാണ് കേട്ടോ. നമ്മുടെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഇത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറേ എന്നെയും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ്. എന്തായാലും മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ. നമ്മളെ തന്നെ ഇത് മാറ്റിമറിക്കും. ഈ ബുക്ക് വായിച്ചിട്ട് ഞാനിവിടെ ശ്യാമം മിക്കപ്പോഴും അടിയായിരുന്നു കേട്ടോ. ശ്യാം പറഞ്ഞു ഞാൻ ഇതൊക്കെ എടുത്തൊരു എറിയെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളി ബുക്കാണ്. നമ്മളെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കും ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് കുറേ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായത്. സോ താങ്ക് യു നിമ്ന വിജയ്. എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോഴല്ല കുറച്ചായിട്ടുണ്ടാവും അല്ലേ നമ്മൾ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാനിപ്പോൾ അതിൽ വിശ്വസിക്കുന്ന, അതിലൊരു വിശ്വാസമുണ്ട് സത്യമായിട്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു സീക്രട്ട് ദ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. സോ ഇത് ഞാൻ ഇന്നലെയാണ് ഇതെന്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് കിട്ടിയതിന് ശേഷം ഞാനൊരു 7-8 പേജസോളം ഞാൻ അത് വായിച്ചു ഇന്നലെ നൈറ്റ് തന്നെ ഇരുന്നിട്ട്. പിന്നെ തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാനത് എടുത്തു വെക്കുകയാണ് ചെയ്തത്. ആ 7 പേജസ് വായിച്ചതിൽ എന്നെ വണ്ടറാക്കി. ശരിക്കും മാജിക്കാണ്. സ്റ്റാർട്ടിങ് തന്നെ ഒരാളെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളത് അത് എഴുത്തുകാരുടെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ വായിച്ച ഈ 3 ബുക്കുകളും ഈ 4 ബുക്കും ഇതിപ്പോൾ 4ാമത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. അതൊരു മാജിക് തന്നെയാണ് കേട്ടോ. ആദ്യമേ അതും ഒരു മാജിക്കാണ്. ആദ്യം തന്നെ എഴുത്തുകാരെ സംബന്ധിച്ച് ഒരാൾക്ക് സ്റ്റാർട്ടിങ് ഒറ്റ പേജിൽ അവരെ നമുക്ക് ഇഷ്ടപ്പെട്ട് പോകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം 3-ാം തീയതി ഒരു ബുക്ക് വരും. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. മണവാട്ടി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഞാൻ സാറ മേരിയോ അങ്ങനെ എഴുത്തുകാരിയുടെ ബുക്കാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അത് 3-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഈ വരുന്ന ഫ്രൈഡേ എൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും വരും. സോ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ബുക്ക് വാങ്ങാൻ. എനിക്ക് എന്തോ ഭയങ്കര ക്രേസ്. സാധാരണ നമുക്ക് പെൺകുട്ടികൾക്ക് ഡ്രസ്സിനോടും ഓർണമെന്റ്സിനോടൊക്കെ ക്രേസ് അല്ലേ. പക്ഷേ എനിക്ക് പ്രായത്തിൻ്റെ പക്വത കൊണ്ടാവാം, നമുക്ക് പ്രായമാവും തോറും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ. ആ പക്വത കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങുന്നതാണ്. ഇപ്പം എനിക്ക് 4 ബുക്കുകളായി. ഇനി 3rd വരും. അപ്പോൾ ജൂലൈ 3 പുതിയൊരു ബുക്ക് വരും. ഇപ്പോൾ 5th ബുക്കാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ വാങ്ങിക്കാനും വായിക്കാനും ഒക്കെ. ഇതെൻ്റെ സ്വത്താണ് സത്യമായിട്ടും. എൻ്റെ മക്കൾ വളരുമ്പോൾ അവർക്ക് ഞാൻ നൽകുന്നൊരു ഏറ്റവും വലിയൊരു സ്വത്തായിരിക്കും എൻ്റെ ഈ ബുക്സൊക്കെ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ അതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം ജൂലൈ 3 പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ഞാൻ കേക്ക് കട്ട് ചെയ്യും. അതൊക്കെ എനിക്ക് നിർബന്ധമാണ്. ഡ്രസ്സ് വാങ്ങുക, കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ബർത്ത്ഡേ സമയത്ത് അതൊക്കെ കുഞ്ഞിലെ മുതൽ അതങ്ങനെ ചെയ്തു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അത് പ്രായം എത്ര പക്വതയായാലും പ്രായമായാലും നമ്മളത് ആഗ്രഹിക്കുമല്ലോ. ഒരു കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് വായിലൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്ത് നമ്മളും കഴിച്ച്. അത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ ബിരിയാണി വെച്ചോ പായസം വെച്ചോ അതൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബർത്ത്ഡേയുടെ അന്ന്. അപ്പം അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഒരു മിനിറ്റ് കേട്ടോ. ഞാനുണ്ടല്ലോ വാഷിംഗ് മെഷീനിൽ വെള്ളം ഇടുന്നുണ്ട്, ഓണാക്കിയിട്ടില്ല. ഇപ്പോൾ ഓണാക്കിയിട്ട് വരാം. ഓരോരോ പണിയുണ്ട്. പണിയൊന്നും ഇങ്ങനെ അകത്തെ പണിയൊക്കെ തീർന്നു. ഇപ്പം അലക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ വേഗം അലക്കാനായിട്ട് അലക്കാൻ വെച്ച് ഈ വാഷിംഗ് മെഷീൻ ഓണാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ് ആവും. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പിള്ളേർ വരാൻ ഇനിയിപ്പോൾ 5-5:30 ആവും. ലഞ്ച് കഴിച്ചിട്ടില്ല. രാവിലെ ഒരു 11 മണിയായപ്പോൾ ഫുഡ് കഴിച്ചതാണ്. ഇനിയിപ്പോൾ പിള്ളേർ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. വിശക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കല്ലേ, എത്ര ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങ് ഇട്ടേക്കാന്നൊക്കെ കരുതിട്ടോ. അപ്പോൾ ഞാൻ
എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കണം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ കമൻസ് എനിക്ക് ആവശ്യമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസിനനുസരിച്ച് എനിക്ക് വീഡിയോസൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കണമെന്നോ ഇടണമെന്നോ എനിക്കിതിൻ്റെ വലയും താലും ഒന്നും അറിയത്തില്ല. എനിക്കിത് ഒന്നും അറിയാത്ത ഒരാളാണ്. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നല്ലപോലെ നല്ലൊരു കണ്ടന്റ് നല്ല നല്ല കണ്ടന്റ് ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ ഫാമിലിയൊക്കെ പാലക്കാടാണ്. അപ്പോൾ ഇവിടെ ഷാമിൻ്റെ ഫാമിലീസൊക്കെ ഉള്ളൂ. അവരൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് അറിയാമല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരാനിരിക്കുന്നു. ഓണത്തിന് ചിലപ്പോഴേ വീട്ടിലോട്ട് പോകുള്ളൂ. ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നും ഉറപ്പില്ല. ഇനിയിപ്പോൾ എൻ്റെ പണിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി പിള്ളേർ വരുന്നവരെ ഈ സീക്രട്ട് ദ മാജിക് വായിക്കണം. അവർ വരുന്നവരെ അതിരുന്ന് വായിക്കും. ചിലപ്പോൾ തലവേദന ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് നല്ല തലവേദനയുണ്ട്, ഉറക്കക്കുറവുണ്ട് കേട്ടോ നന്നായിട്ട്. എന്താണെന്ന് അറിയത്തില്ല, നല്ല ഉറക്കക്കുറവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ഹെയർ ലോസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ എന്നിട്ട് ഞാനിങ്ങനെ ബുക്കിരുന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ അമ്മേനെ കുറേ വഴക്ക് പറഞ്ഞു. കാരണം ഉറക്കം ശരിയാവാതെ പോയാൽ ശരിയാവില്ല. ഞാൻ 3 മണിക്കൊക്കെയാണ് ഒന്ന് ഉറങ്ങുന്നത്. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയ ഫീൽ പോലും ഇല്ല. കാരണം അത്ര ലേറ്റ്, എനിക്ക് ഉറക്കം വരാതെ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഉറങ്ങിയൊരു ഫീൽ ഇല്ല. ചുമ്മാ കണ്ണടച്ചിരുന്നിട്ട് കണ്ണ് തുറക്കുന്ന ഒരു ഫീലാണ് രാവിലെ ആകുമ്പോൾ. നല്ല തലവേദന ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇനിയും ഇത് ഇങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഇന്നിപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ സാരി ഉടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പം അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്ന് പോകാനൊക്കെ ആയിട്ടിരുന്നു. നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വേണ്ട. ഇനിയിപ്പോൾ 3-ാം തീയതിക്ക് ആണെങ്കിൽ അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഷാമിൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് കരുതി. എന്നിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് നേരെ ബസ് കയറി വന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പൊക്കെ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. പിന്നെ മഴയൊക്കെയാണ്, എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. എന്നാലും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, വിലയേറിയ കമൻസ് പറയുക എന്നോട്. നിങ്ങൾ കമൻസ് ഇടുമ്പോൾ എനിക്ക് കൂടുതൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പിന്നെന്താ, ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വണക്കം.